ദൈവത്തിൻ്റെ സ്വന്തം നാട് ദൈവത്തിന് പോലും സുരക്ഷിതമല്ലേ? ഇത്ര നാണക്കേടാണെന്ന് പറയുന്നത്. നാണവും ഉളുപ്പും ഗതികേടും കൊണ്ടൊരു ഒരു സംസ്ഥാനം രാജ്യത്തിൻ്റെ മുന്നിൽ മൂക്കുകുത്തുകയാണ്. ഇന്നലെ ഛത്തീസ്ഗഡിൽ നിന്നിറങ്ങിയ ഒരു ഹിന്ദി പത്രം ജട്ടിക്കഥ ഇട്ടിരിക്കുന്നു. നമ്മുടെ ഈ ആന്റണി രാജുവിൻ്റെ ജട്ടിക്കഥ ഇട്ടിരിക്കുന്നു. എനിക്കൊരാൾ അയച്ചു വന്നു. ഇതൊരു ഗതികേടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖം. അതിൽ വളരെ വിശദമായ ന്യൂസാണ് അത്. ഈ ജട്ടിക്കഥ ആന്റണി രാജുവിൻ്റെ പേരുണ്ട്, LDFൻ്റെ പേരുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നിന്നിറങ്ങിയ ഒരു പ്രാദേശിക പത്രം ഛത്തീസ്ഗഡിൽ നിന്നിറങ്ങിയതാണ്. ഹിന്ദിയിലാണ് വാർത്ത. ഇത് സുപ്രീം കോടതിയാണ് KP ശങ്കരദാസിൻ്റെ കാര്യത്തിൽ ചോദിച്ചത്. താങ്കളുടെ പ്രായമൊക്കെ ശരി തന്നെ, പ്രായം താങ്കൾ കൂടുതലാണ്, താങ്കൾക്ക് പക്ഷാഘാതമാണ്, താങ്കൾക്ക് സുഖമില്ല. പക്ഷാഘാതം വരാതിരിക്കുന്നത് എങ്ങനെ? അയ്യപ്പനെ സ്വത്തടിച്ചുകൊണ്ട് പോയ ആളല്ലേ. അതിന് ഒപ്പിട്ടിട്ട് പറയുന്ന ന്യായം ഞാൻ അറിഞ്ഞില്ല, അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നപ്പോൾ ഞാൻ എൻ്റെ കൈ അറിയാതെ ഒപ്പിട്ടു. KP ശങ്കരദാസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ശങ്കർ എന്ന് പറയുന്ന ഒരു ശങ്കർ എന്ന് പറയുന്ന ഒരാൾ IPS കാരനുണ്ട്. അവരെല്ലാം കൂടി കളിച്ചിട്ടാണ്, 2 IPS കാർ ഇതിനകത്ത് കളിച്ചതുകൊണ്ടാണ്, മുതിർന്ന 2 IPS കാർ കളിച്ചതുകൊണ്ടാണ് SIT ചവിട്ടിപ്പിടിക്കുന്നതെന്ന് സതീശൻ്റെ അഭിപ്രായവും വന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല വളരെ കൃത്യമായെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എത്ര ഉന്നതരുണ്ടെങ്കിലും അവരെല്ലാം ചോദ്യം ചെയ്യണം. അതേസമയം നിങ്ങൾ നോക്കൂ, സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിൻ്റെയും ബെന്നി ബെഹനാൻ്റെയും പിന്നെ ആൻ്റണിയുടെയൊക്കെ പേര് നിൽക്കുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഉന്നതരായാലും ചോദ്യം ചെയ്യണം. തൊണ്ടി മുതൽ എവിടെ? നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് SIT ഇന്ന് വീണ്ടും കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ജനുവരി 19 ഒരു റിപ്പോർട്ട് കൂടെ, ഇടക്കാല റിപ്പോർട്ട് കൂടെ കൊടുക്കണമെന്ന് കോടതി പറഞ്ഞു. 6 ആഴ്ച സമയം കൂടെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനുവരി 19 കഴിഞ്ഞാൽ 6 ആഴ്ച, അപ്പോൾ എന്ന് പറയുമ്പോൾ 1.5 മാസം. ജനുവരി 19 കൂടെ കണക്കാക്കുമ്പോൾ ഏകദേശം 2 ഇന്നത്തെ ദിവസം കണക്കാക്കിയാൽ 2 മാസത്തോളം കിട്ടും. ഇനിയും 2 മാസത്തോളം കിട്ടും. ഇപ്പോഴത്തെ SITയുടെ നീക്കങ്ങളിൽ ഹൈക്കോടതി തൃപ്തരാണ്. കാരണം ഉന്നതന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി പരിശോധിക്കേണ്ട ഉന്നതന്മാരുടെ പേര് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മൂന്നാമത്തെ തവണയാണ് SITക്ക് സമയം നീട്ടിക്കിട്ടുന്നത്. 45 ദിവസം ഇത് നീട്ടിക്കിട്ടി. ഇനി അടുത്തൊരു 45 ദിവസത്തെ കൂടി, അതായത് 6 ആഴ്ച, അതെ 7 ദിവസം വെച്ചിട്ട് 4 ആഴ്ച, 1 മാസം, 1.5 മാസത്തോളം വീണ്ടും 6 ആഴ്ചയോടുകൂടി വീണ്ടും നീട്ടിക്കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു അന്വേഷണമായിട്ടാണ് പോകുന്നത്. കേരളത്തിലെ എല്ലാ അന്വേഷണ സംവിധാനങ്ങളെയും നിശബ്ദമാക്കിക്കൊണ്ടുള്ള പുതിയൊരു രീതിയാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വശത്ത് ഭരണപക്ഷം, മറുവശത്ത് പ്രതിപക്ഷത്തെ പ്രധാന ആളുകൾ, ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, സെലിബ്രിറ്റികൾ, തന്ത്രിയുമായി ബന്ധപ്പെട്ടവർ, അങ്ങനെ ഒരു വലിയ വളരെ സങ്കീർണമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാന പ്രതികളായിട്ടുള്ള ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ പിടിച്ചിട്ടും തൊണ്ടി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എവിടെ തൊണ്ടി പോയെന്ന് അവരാരും പറയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആരാണിത് മോഷ്ടിച്ചത്? ഇവരല്ലേ മോഷ്ടിച്ചത്? ആണ്. തൊണ്ടി മുതൽ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് SITയെ കുഴയ്ക്കുന്ന ചോദ്യമാണ്. അവർ ചോദിച്ചിട്ട് അവർ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇവരെ കൊണ്ട് മറുപടി പറയിക്കാൻ SITക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, മുരാരി ബാബു ഓഫീസറായിരുന്നപ്പോൾ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ തിരുവാഭരണം കാണാനില്ല എന്നൊരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. ഈ ചേട്ടന്മാർ ഏതെല്ലാം ക്ഷേത്രത്തിൽ പോയിരുന്നോ അവിടുത്തെ എല്ലാം സ്വർണം പല രൂപത്തിൽ അടിച്ചു മാറ്റിയിരിക്കുന്നു. എങ്ങനെ സാധിക്കുന്നു? ദൈവത്തിൻ്റെ സ്വത്ത് ഇങ്ങനെ എടുത്തു മാറ്റാൻ കഴിയുന്നുവെന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന് പോലും രക്ഷയില്ലെങ്കിൽ പിന്നെന്താണെന്നാണ് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ അത് ഇവിടുത്തെ ഭരണ വ്യവസ്ഥിതികളോടുള്ള മുഖത്തേറ്റ ഏറ്റവും വലിയൊരു അടിയാണ്.